ഹലോ. ഹലോ. എന്താടോ? ഒന്നുമില്ല. ഇപ്പൊ എന്താടോ ഒരു ഉഷാറില്ലാത്ത? ആർക്കും ഉഷാറില്ലാത്ത? എനിക്ക് നന്നാ ഉഷാർ. നിങ്ങൾക്ക് അപ്പൊ ഒരു ഉഷാറുമില്ല. അതല്ലടോ, എന്ത് പറ്റി? ഒരു സ്നേഹക്കുറവൊക്കെ. അതാർക്കാന്ന് മനസ്സിലായി. നീ എന്താടോ വടിയെടുത്ത് തല്ലാൻ വരുന്ന എനിക്കൊക്കെ സംസാരിക്കണേ? ഒന്ന് സോഫ്റ്റ് കോണായിട്ട് സംസാരിച്ചോളൂ, ഒരു സോഫ്റ്റില്. ഇനി സംസാരിക്കാട്ടെ അങ്ങനെ. പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്താലേ ശരിയാവുള്ളൂ അല്ലേ? നിങ്ങള് വരുമ്പോ അന്നൊരു മഴത്തി വരണം, ചക്കര പൊന്നേന്നൊക്കെ വിളിച്ചിട്ട് വരണം. ചക്കര കരളിന്റെ കഷ്ടമേ അങ്ങനെ വിളിക്കാനാ? അത്ര ഓവറാവണ്ടട്ടാ. എന്നാലും ഒരു പുട്ടിക്ക് അങ്ങോട്ട് കയറ്റി പിടിച്ചോടെ? ചെറുതായിട്ടൊക്കെ. ഓടെ അവിടുന്ന്. അയ്യോ അയ്യോ. അല്ല മോളെ, ഇന്ന് കാണാതെ നിന്നിട്ടൊന്നും തോന്നിയില്ലേ പ്രത്യേകിച്ച്? പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ഫസ്റ്റൊക്കെ ഒരു വിഷമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഡിപ്രഷൻ. അതെനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കീരിയും പാമ്പും നമ്മള് നാട്ടുകാരെയും കൂടി പറയിപ്പിക്കും നമ്മള്. അതിലും നല്ലത് രണ്ടയ്യത്ത് നിൽക്കുന്നതായിരിക്കും. അതത്ര നല്ലതല്ല. അല്ല, വേറൊരു കാര്യം ഉണ്ടോ. അതെന്താ? എൻ്റെ ഉമ്മായും പറഞ്ഞു നിങ്ങളില്ലാത്തതുകൊണ്ട് വീട്ടിൽ ഒരനക്കോ ആവിയൊന്നുമില്ല. അപ്പം ഞാൻ ഉമ്മാനോട് ചോദിക്കുകയും ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തല്ലുകൂടിയിരിക്കണമല്ലേ അവിടെ. അന്നേരം ഉമ്മ തന്നെ പറയുകയാണേ, എൻ്റെ മോളില്ലാത്തതുകൊണ്ട് ഈ വീട്ടിലൊരു എന്തോ പോലെ. കണ്ട് പഠിക്കും. ഞാൻ കുറേ പഠിച്ചതല്ലേ, ഇനി നീയാ പഠിക്കാനുള്ളത്. എന്താടോ? നിങ്ങളെ ഉമ്മാക്കിനെ ഭയങ്കര ഇഷ്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. കയ്യിലിരിപ്പ് അത്രയ്ക്കും നല്ലതല്ലേ. എന്റെ കയ്യിലിരിപ്പിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അല്ല, ഇങ്ങോട്ട് വരണമെന്നും തോന്നില്ലേ? ഇല്ലല്ലോ. നന്നായി. ഞാൻ വരണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോകും? അയ്യോ അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. വല്ലാണ്ട് ചോദിക്കണ്ട. കുശുമ്പൻ എന്നെ കൊണ്ടുപോയില്ല പറഞ്ഞ് പറ്റിക്കാന്നിരിക്കും. ഇനി ഇങ്ങോട്ടും കൂടി വന്നാലേ ഇവിടെയും കൂടി നിർത്തൂല, നമ്മളെ പുറത്താക്കൂലേ. അതുകൊണ്ട് വേണ്ട. ഞാൻ തല്ലുകൂടില്ല, സത്യം. ഞാൻ അവിടെ വന്നിട്ടേ നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പിന്നീട് ഇങ്ങോട്ടേക്ക് വരാടോ. അതല്ലേ നല്ലേ? ആയിക്കോട്ടെ. എൻ്റെ പൊന്നാര മോളല്ലേ. പൊന്നാര കുത്തല്ലേ.